ഒരിക്കലും അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ഇടപാടോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഇളയമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. കാരണം വർഷങ്ങളായിട്ട് ഇളയമ്മ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അഥവാ ചെറിയ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ കൊടുക്കും എന്നുള്ളതല്ലാതെ മറ്റൊരാൾ ചെറിയ ചിട്ടിയൊക്കെ ഉണ്ട്. ഇളയമ്മ അണ്ടി ഫാക്ടറിയിലാണ് പോകുന്നത്. അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നതല്ലാതെ ഈ വിനോദിന്റെ അടുത്തോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ അടുത്തോ അങ്ങനെ ആരുടെടുത്തും ചോദിച്ചു വാങ്ങുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ ഇളയമ്മ. പ്രിയംവദയുടെ വീട്ടില് അവരുടെ ആരൊക്കെയൊപ്പമാണ് താമസിക്കുന്നത്? പ്രിയമത ആരോടൊപ്പമാണ് താമസിക്കുന്നത്? പ്രിയംവദ എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് 2 വീടുണ്ട്. ഒരു വീട്ടിൽ ഞാനും അമ്മയും. അതിന്റെ തൊട്ടടുത്ത് ഒരു ചുമര്, അത് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടെ ഇളയമ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ വേറെ പേടിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല. കാരണം ജനിച്ചു വളർന്ന സ്ഥലമാണ്. 40-48 വർഷത്തോളം ഇളയമ്മ ഇവിടെ തന്നെ ജീവിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇത് പുറത്തുനിന്ന് ഇവിടെ ഉള്ളവര്. പ്രിയമതയെ കാണാതായ ദിവസം രാവിലെയൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ? രാവിലെ പൊതുവെ കാണാറില്ല. കാരണം ഇളയമ്മ രാവിലെ 7 മണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്കും ഒരു 8-8:30 ആവും. അപ്പോൾ രാവിലെ പോകുന്നത് കാണാറില്ല. പക്ഷേ ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും വരുന്നത് കാണാറുണ്ട്. പോകുന്നത് പിന്നെ കാണൽ കുറവാണ്. അപ്പൊ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മോശം പെരുമാറ്റം അത്തരത്തിൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും പ്രിയമത പറഞ്ഞതായിട്ട് അറിയുമോ? ഇല്ല, ഇതിന് ഒരു 2-3 ആഴ്ചക്ക് മുമ്പേ ഒരു പ്ലാവിന്റെ പ്രശ്നത്തിൽ കുറച്ച് വഴക്കൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രാച്ച് ആയി ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ടേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവെ ഇവരെയൊന്നും ഇഷ്ടമല്ല ഇളയമ്മയ്ക്ക്. ഞാൻ തന്നെ മിണ്ടാൻ പോയാലും ഇളയമ്മ വഴക്ക് പറയും, അവരുടെ അടുത്ത് മിണ്ടരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറയും. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ആളായിരുന്നു ഈ വിനോദ് എന്ന് പറയുന്നത്. ഇളയമ്മയ്ക്ക് ഒട്ടും അടുക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. എന്തോ വ്യക്തി വൈരാഗ്യം എന്തോ ആണ് ഇതിന്റെ പിന്നില്. ഈ വിനോദും സന്തോഷും എങ്ങനെയാ പൊതുവെയുള്ള ഒരു പെരുമാറ്റമൊക്കെ നിങ്ങളോടും കുടുംബത്തോടൊക്കെ? സന്തോഷിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. വിനോദ് നോർമലി ഞങ്ങൾ അങ്ങോട്ടും പോകുമ്പോഴും കാണും, ജസ്റ്റ് ചിരിക്കും, എവിടെ പോകണമെന്ന് ചോദിക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സുഹൃത്തെന്ന് പറയാനോ ഒരു നല്ലൊരു അയൽവാസി എന്ന് പറയാൻ തക്കത്ത രീതിയിലുള്ള ഒരാളെ അല്ല. നടക്കുന്ന അന്വേഷണത്തിലൊക്കെ തൃപ്തരാണോ? കാരണം ഇപ്പോൾ പ്രതികൾ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അവർ മെനഞ്ഞെടുത്ത കഥകളാണോ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദുരൂഹതകൾ തുടരുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം പറഞ്ഞോളൂ. സംശയിക്കേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. ഇത് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ ന്യൂസിൽ കണ്ടതും ഒക്കെ മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, എന്തിന്റെ പേരിലാണ്, ഇത് എവിടെ വെച്ചാണ് എന്നുള്ളതൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലേക്ക് തന്നെയായിരിക്കും അല്ലേ കൊണ്ടുവരിക? അല്ല, പിന്നെ കാരണം 5 ദിവസം ആയതുകൊണ്ട് ബോഡി എടുത്തപ്പോഴേ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ബോഡി വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നാണ് കണ്ടവരും പിന്നെ ഇളയമ്മയുടെ മരുമകനൊക്കെ പറഞ്ഞത്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം, വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, പോസ്റ്റ്മോർട്ടം കൂടെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, ഫേസോ ഒന്നും കാണാൻ പറ്റില്ല, വെറും ഒരു മൂടിപ്പൊതിഞ്ഞ ഒരു ഡെഡ് ബോഡി ആയിട്ട് മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവരുന്നതിനേക്കാളേറെ നല്ലത് പിന്നെ പാറശാലയിലോ കാരക്കുണത്തോ ഇങ്ങനെ ശ്മശാനം ഉണ്ടല്ലോ, അവിടെ ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.